ബസ്സിൽ ഒരു സ്ത്രീയുടെ ഒപ്പം ഒരു അന്യപുരുഷന് വന്നിരിക്കാൻ പോലും പറ്റില്ല. അപ്പൊ ഒരു വൈറലാണ് എന്നാ പറയുന്നത്. അങ്ങനെ അവരെ പോലെ അല്ല. ഇപ്പം എല്ലാ സ്ത്രീകളും ഉണ്ടെങ്കിൽ എന്നൊരു വാക്ക് ചേർത്തിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ നാട്ടില് ഇപ്പൊ കാമുകന്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് മക്കളെ കൊന്നിട്ട് പോകുന്ന അമ്മമാരുണ്ട്. നമ്മളിപ്പോ ഈ അടുത്ത ന്യൂസ് കണ്ടല്ലോ. എല്ലാ സ്ത്രീകളും അങ്ങനെയാണോ? അല്ല. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളെ നോക്കിയിട്ടാണോ നമ്മൾ പഠിക്കേണ്ടത്? ഈ ലോകം മുഴുവൻ അത് മനസ്സിലാകാത്തത് കൊണ്ടല്ല പ്രശ്നം, മനസ്സിലായതാണ് കുഴപ്പമാകുന്നത്. മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ഓപ്പൺ ആയി എന്താണ് മനസ്സിലായി അത് ഇങ്ങനെ എന്തൊരു ഇന്ന് ഞാൻ അത് വൈറലാകണം, അങ്ങനെ ശ്രദ്ധ പിടിക്കുക, ഇങ്ങനത്തെ ഒരു മനോഭാവമൊന്നും എന്റെ മനസ്സിൽ തോന്നില്ല. ഈ തവണ അവരിങ്ങനെ പോകുന്നതൊക്കെ കണ്ടപ്പോ പെട്ടെന്ന് എനിക്കൊരു പോസ്റ്റ് ചെയ്തു. പിന്നെ അവര് നീ ആരാടി മറ്റേ ഇങ്ങോട്ട് എടീന്ന് വിളിച്ചാൽ അങ്ങോട്ട് പോടീന്ന് വിളിക്കാൻ എനിക്കറിയാം. 1-2 പ്രാവശ്യം നമ്മൾ ക്ഷമിക്കും, നമുക്കും ഒരു പരിധി ഉണ്ടല്ലോ. അത് ഫേക്ക് ഐ ഡി വെച്ചുണ്ടാക്കി ഇട്ടാഴിഞ്ഞാലും ഞാൻ സൈബർ സെല്ല് വഴി ഞാൻ എന്റെ പിന്നാലെ പോകും. കാരണം ബാക്കി ആർട്ടിസ്റ്റുകളൊക്കെ തിരക്കുള്ള ആൾക്കാർ എല്ലാവർക്കും ഓരോ തിരക്ക്, എനിക്ക് ഒരു തിരക്കുമില്ല, ഞാൻ വെറുതെ ഇരിക്കുന്നതാ. ഞാൻ എന്റെ പിന്നാലെ പോവുക തന്നെ ചെയ്യും. ചാൻസ് കിട്ടാനായിരിക്കോ, ദിലീപിനെ സപ്പോർട്ട് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ആയിരിക്കും എന്നുള്ള പല ചോദ്യങ്ങളും വരുന്നുണ്ട്. ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ മഞ്ജു വാര്യരെ സപ്പോർട്ട് ചെയ്ത് ഇവരാണോ സിനിമ നിയന്ത്രിക്കുന്നത്? ഇവര് അല്ലല്ലോ, അത് ഡയറക്ടേഴ്സ് ആണ്. അവർക്ക് തോന്നണം ഇയാൾ ഈ ക്യാരക്ടർ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ. അല്ലാതെ ഒരാളെ നമ്മളൊരാളായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത് അയാളെ കൊണ്ട് എന്തെങ്കിലും കാര്യം നേടാനാണോ? ഇപ്പൊ ചെറിയ കുട്ടികളിപ്പോ നമ്മളിപ്പോ അച്ഛനമ്മമാര് പറഞ്ഞു കൊടുക്കും, നീ നാളെ എനിക്ക് കുട്ടി ഉണ്ടായി അതിനെ വാട്ടർ ടാങ്കിൽ മുക്കി കൊന്നിട്ട് കാമുകന്റെ കൂടെ പോണം എന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനത്തെ സ്ത്രീകൾ ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിലുണ്ട്, ഉണ്ടോന്നറിയില്ല, ഒന്നുകൂടെ സ്ട്രെസ് ചെയ്തിട്ടാണ് ഞാനത് പറഞ്ഞത്. ഞാനത് വായിച്ചിട്ട് മനസ്സിലായത് ഇങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ എല്ലാ അമ്മമാരും അങ്ങനെയാണോ? എല്ലാ അമ്മമാരും മക്കളെ വാട്ടർ ടാങ്കിൽ മുക്കി കൊന്നിട്ട് കാമുകന്റെ കൂടെ പോവാണോ? അവര് ഹസ്ബൻഡ് മരിച്ചിട്ടും കൂലിപ്പണി എടുത്തിട്ടും തയ്യൽ ചെയ്തിട്ടൊക്കെ മക്കളെ പോറ്റുന്ന എത്രയോ അമ്മമാരുണ്ട്. പിന്നെ കരിങ്കോഴികളുമായിട്ട് ചാറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർക്കും ആ കരിങ്കോഴികളുമാണ് ഇതിന് പിന്നിൽ. അത് കുറച്ച് 4-5 പേര് വിരലുണ്ടാവുന്ന. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആമിന സലീം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് പണ്ട് സീരിയലിലും സിനിമകളിലും നിറഞ്ഞു നിന്ന ഒരു നടനും വൈഫുമാണ് എന്നോടൊപ്പം ഉള്ളത്. കുട്ടികൾ ജയചന്ദ്രനും അതുപോലെ തന്നെ വസന്തി ചേച്ചിയും. സ്വാഗതം രണ്ടുപേർക്കും. അപ്പം എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങളൊക്കെ? സുഖമായിട്ട് പോകുന്നു. അതെ, ഇന്ന് നിങ്ങളാണ് കുറച്ച് പോസ്റ്റുകൾ, വൈറലും എയറിലുമായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്. ശരിക്കും ആ ഒരു പോസ്റ്റ് ഇട്ടതും അതിന്റെ പിന്നിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അത് ഇങ്ങനെ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു പോസ്റ്റ് ഇട്ടിട്ട് അത് വൈറലാകണം, അങ്ങനെ ശ്രദ്ധ പിടിക്കുക, ഇങ്ങനത്തെ ഒരു മനോഭാവമൊന്നും എന്റെ മനസ്സിൽ തോന്നില്ല. ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഇവര് മഞ്ജു വാര്യർ ഇതിനു മുമ്പാണേലും ഒരിക്കലും ബൈക്കിലൊക്കെ പോകുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതൊന്നും എനിക്ക് തോന്നില്ല. ഈ തവണ അവരിങ്ങനെ പോകുന്നതൊക്കെ കണ്ടപ്പോ പെട്ടെന്ന് എനിക്ക് തന്നെ ഒരു സന്തോഷം തോന്നി. കാര്യം അപ്പൊ എന്റെ മനസ്സിൽ തോന്നി സ്ത്രീകളൊക്കെ അതേപോലെ ബോൾഡായിട്ടാണെങ്കിൽ എന്ത് രസമായിരിക്കും. അല്ലാതെ ചുമ്മാതെ എന്തെങ്കിലും വിശ്വാസങ്ങളുടെ പുറത്തുമൊക്കെ എവിടെയെങ്കിലും ചടഞ്ഞു കൂടി തീരാതെ ഇവര് ആ പവറിൽ ഇങ്ങനെ എല്ലാ ലേഡീസിനെയും കാണുക, അതൊരു എനർജിയാ. ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്നു, ഇപ്പം കൂടെ ഇരിക്കുന്നു, ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്കും ഒരു സന്തോഷം. നിങ്ങൾ ആ ഒരു ഇതിലിരിക്കുമ്പോൾ നമുക്ക് എന്ന് പറയുന്ന പോലെ ആ വൈബാണല്ലോ ജീവിതത്തിന്റെ ഒരു പോസിറ്റീവ്നെസ്. അത് ഓർത്തിട്ട് നമ്മള് അങ്ങനെ മടിച്ച് അങ്ങനെ ഉള്ള സ്ത്രീകളുണ്ടെങ്കിൽ അവർക്കൊരു അപവാദമാണ് മഞ്ജു വാര്യർ. അങ്ങനെ മടിച്ചും ഒക്കെ ഇരുന്ന് ജീവിതം കളയുന്നവരുണ്ടെങ്കിൽ ഒരു അപവാദമാണ് മഞ്ജു വാര്യർ. അതായത് അങ്ങനെ അവരെ പോലെ അല്ല മഞ്ജു വാര്യർ എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പോഴും പലരും എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, മഞ്ജു വാര്യറിനെ നിങ്ങൾ പുകഴ്ത്തി പറഞ്ഞത് ഓക്കെ, പക്ഷെ ബാക്കിയുള്ള സ്ത്രീകളെ അടിച്ചമർത്തിയത് അത്ര ശരിയായില്ല എന്ന് പറയുന്നവരുണ്ട്. എന്റെ ആൻസർ ഞാൻ പറയാം. ഇപ്പം എല്ലാ സ്ത്രീകളും ഉണ്ടെങ്കിൽ എന്നൊരു വാക്ക് ചേർത്തിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ നാട്ടില് ഇപ്പൊ കാമുകന്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് മക്കളെ കൊന്നിട്ട് പോകുന്ന അമ്മമാരുണ്ട്. നമ്മളിപ്പോ ഈ അടുത്ത ന്യൂസ് കണ്ടല്ലോ. എല്ലാ സ്ത്രീകളും അങ്ങനെയാണോ? അല്ല. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളെ നോക്കിയിട്ടാണോ നമ്മൾ പഠിക്കേണ്ടത്? മഞ്ജു വാര്യരെ നോക്കിയിട്ടാണോ? നിങ്ങൾ പറയും. അതെ, ഉറപ്പായിട്ട് മഞ്ജു വാര്യരെ നോക്കി ഉണ്ടെങ്കിൽ അമ്മ അതാണ് ഉദ്ദേശിച്ചത്. സംഭവം മനസ്സിലായോ? പക്ഷെ അത് മനസ്സിലാവായിട്ടല്ല, പലരും മനസ്സിലായിട്ടും മനസ്സിലാവാത്ത പോലെ ഇരിക്കും. ഈ ലോകം മുഴുവൻ അത് മനസ്സിലാകാത്തത് കൊണ്ടല്ല പ്രശ്നം, മനസ്സിലായതാണ് കുഴപ്പമാകുന്നത്. മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ഓപ്പൺ ആയി എന്താ മനസ്സിലായില്ലല്ലോ എന്ന് ചോദിക്കും. മനസ്സിലായപ്പോ അതിനെ ഞാനാണെങ്കിൽ ഇപ്പൊ ചെറിയ കുട്ടികളിപ്പോ നമ്മളിപ്പോ അച്ഛനമ്മമാര് പറഞ്ഞു കൊടുക്കും, മോളെ മഞ്ജു വാര്യരെ പോലെ കലാതിലകാവണം, ഡാൻസർ ആവണം, കണ്ടോ അവര് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവര് പോകുന്നത് കണ്ടില്ലേ, പറഞ്ഞു കൊടുക്കുന്നതാണോ? നീ നാളെ നിനക്ക് കുട്ടി ഉണ്ടായി അതിനെ വാട്ടർ ടാങ്കിൽ മുക്കി കൊന്നിട്ട് കാമുകന്റെ കൂടെ പോണം എന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനത്തെ സ്ത്രീകൾ ഉണ്ടെങ്കിൽ, ഉണ്ടെന്ന് ഉറപ്പായിട്ട് പോലും ചേട്ടൻ പറഞ്ഞത് ഉണ്ടെങ്കിൽ എന്നാണ്. അപ്പൊ ഉണ്ടെങ്കിൽ അവർക്ക് അപവാദമാണ് മഞ്ജു വാര്യർ. ബ്രാക്കറ്റിലുണ്ട്,
ഉണ്ടോന്നറിയില്ല. അല്ല. ഒന്നുകൂടെ സ്ട്രെസ് ചെയ്തിട്ടാണ് ഞാൻ അത് പറഞ്ഞത്. അതെ, ഈ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് വീട്ടില് ഇപ്പം ഭർത്താക്കന്മാരെ നോക്കി മക്കളെ നോക്കി നല്ല രീതിക്ക് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന പല സ്ത്രീകളുണ്ട്. പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാതെ, അല്ലെങ്കിൽ പറ്റാതെ അല്ല, പറ്റായിക്കൊന്നുമില്ല, പക്ഷെ അവർ ആ ഫാമിലിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊരു കൊള്ളുന്ന രീതിക്കായില്ലേ പോസ്റ്റ് എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പലരും പറയുന്നുണ്ട്. അല്ല, അത് അതാ ഞാൻ പറഞ്ഞത്, മനസ്സിലാവാത്ത പോലെ ഇരിക്കുക. ഇപ്പൊ ഞാനത് വായിച്ചിട്ട് മനസ്സിലായത്, ഇങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ എല്ലാ അമ്മമാരും അങ്ങനെയാണോ? എല്ലാ അമ്മമാരും മക്കളെ വാട്ടർ ടാങ്കിൽ മുക്കി കൊന്നിട്ട് കാമുകന്റെ കൂടെ പോവാണോ? അവര് ഹസ്ബൻഡ് മരിച്ചിട്ടും കൂലിപ്പണി എടുത്തിട്ടും തയ്യൽ ചെയ്തിട്ടൊക്കെ മക്കളെ പോറ്റുന്ന എത്രയോ അമ്മമാരുണ്ട്. അതുപോലുള്ള പല സ്ത്രീകളും അവർക്കൊന്നും പൊള്ളിയിട്ടില്ല. അതുപോലുള്ള സ്ത്രീകൾ എത്രയോ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നു. ഞാൻ അവർക്ക് മെസ്സേജ്, അവര് ആ സംഭവം ഉൾക്കൊണ്ടിട്ട് വളരെ നന്നായി പറഞ്ഞത്. എത്രയോ പ്രശസ്തരായവർ എന്നോട് പറഞ്ഞു. ആളുടെ പേര് പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാ പറഞ്ഞത്. മഞ്ജു വാര്യരെ പറ്റി അങ്ങനെ പറഞ്ഞത് വളരെ സന്തോഷം എന്ന് പറഞ്ഞു. പിന്നെ പല സ്ത്രീകളും പറഞ്ഞു, നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞു, ഞങ്ങൾക്കൊരു പ്രചോദനമാണെന്ന് പറഞ്ഞവരുണ്ട്. മനസ്സിലായോ? ആ പോയിന്റിലേക്ക് പോയാൽ വലിയ ഗുണമൊന്നുമില്ല. ഞാൻ നല്ലൊരു ഡ്രസ് ഇട്ട് വഴിയെ പോയാൽ വലിയ രസമൊന്നുമില്ല. അത് വലിച്ചു കീറി എന്റെ ദേഹത്ത് ചാണകമൊക്കെ വാരി തേച്ചാലേ ആശ്വാസം കിട്ടും. ഇതിപ്പോ അങ്ങനെ പിന്നെ കരിങ്കോഴികളുമായിട്ട് ചാറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർക്കും ആ കരിങ്കോഴികളുമാണ് ഇതിന് പിന്നിൽ. അത് കുറച്ച് 4-5 പേര് വിരലുണ്ടാവുന്ന, ബാക്കി ആർക്കും ഒരു പ്രശ്നവുമില്ല. ഇതില് എന്താണെന്നറിയോ, പഴയൊരു പഴഞ്ചൊല്ലുണ്ട്, പഴഞ്ചൊല്ലല്ല, പഴയൊരു കഥ. ഒരു നാട്ടിൽ നിന്ന് ഇഷ്ടം പോലെ ഡെയിലി കോഴികളെ, ഈ കോഴിയല്ല ഇപ്പൊ പറഞ്ഞ കോഴിയല്ല, ശരിക്കുള്ള കോഴികള് പിന്നെ മോഷണം പോകുന്നു. ഡെയിലി പോവാ, ഓരോ വീട്ടിൽ നിന്ന് മോഷണം പോവാ. പിടിക്കാൻ പറ്റുന്നില്ല. രാത്രിയിലൊക്കെ കാവലിരുന്നിട്ട് മുടിക്കുക. അപ്പൊ രാജാവിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഇന്നൊരു സംഭവമാണ് രാജാവ്, ഞങ്ങൾ കോഴികളെല്ലാം ഡെയിലി ആരോ മോഷ്ടിക്കുക. അപ്പൊ രാജാവ് ഒരു ബുദ്ധി കണ്ടു. ഈ നാട്ടിലുള്ള എല്ലാവരും ഒരു ദിവസം വരാൻ പറഞ്ഞു. എല്ലാവരും വന്ന് ഹാജരാകാൻ പറഞ്ഞു. സർവ്വ ആൾക്കാരെയും വിളിച്ചിരുത്തി. എന്നിട്ട് രാജാവ് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഈ ഓരോ വീടുകളിൽ നിന്നും കോഴിയെ മോഷ്ടിക്കുന്നവർ ഈ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ തലയിൽ കൂട കാണും എന്ന് പറഞ്ഞു. കോഴിയുടെ ഒരുത്തനെ എവിടെ ഇങ്ങനെ തപ്പി നോക്കി പറഞ്ഞു. അവനെ ഇങ്ങ് പിടിച്ചോളാൻ പറഞ്ഞ് പുള്ളിയുണ്ട് അകത്ത്. മനസ്സിലായി? അതാണ് ഈ സംഭവം. നമ്മൾ ഇങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ എന്നൊന്ന് പറഞ്ഞു. ഉണ്ടെങ്കിലോ പിന്നില്ലേ, ഞങ്ങളൊക്കെ അതിൽ പെട്ടതല്ലേ എന്ന് പറഞ്ഞു വന്നാൽ ഞാൻ എന്ത് ചെയ്യാനാ? കമന്റ് ഇട്ടവരൊക്കെ അങ്ങനെയുള്ളവരാണെന്ന് ആണോ? ആയിരിക്കും. മാന്യമായ. അപ്പൊ ഞാൻ പറയട്ടെ, ഒരു ചേട്ടൻ പോസ്റ്റ് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അവർക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്താ പറയണ്ടേ, ചേട്ടാ നിങ്ങൾ എന്താ ഉദ്ദേശിച്ച എല്ലാ സ്ത്രീകളും അങ്ങനെയാണോ? അത് ന്യായമായിട്ടുള്ള ക്വസ്റ്റ്യനാ. അതല്ല, ഇത് തെറി പറയാ. അപ്പൊ നമ്മള് വീട്ടുകാർക്ക് എന്താന്ന് ഉൾക്കൊള്ളത് അങ്ങനെ. ഇവന്റെ വീട്ടിൽ ഇവന്റെ കെട്ടിയോൾ അങ്ങനെ ആയിരിക്കും, അതുകൊണ്ടാണ് അവരുടെ ഉള്ളിൽ കിടക്കുന്ന സാധനമാണ്. ഇവര് കണ്ടിട്ടുള്ളത് കെട്ടിയോളോട് പണങ്ങി കഴിഞ്ഞാൽ ആകെയുള്ള പോയി സ്റ്റാറ്റസ് ഇടുകയാണല്ലോ. അല്ല, നേരിട്ട് പറയാനുള്ള ഒരുത്തനും ധൈര്യമില്ല. എനിക്ക് അങ്ങനെയല്ല. ഇവരോട് പറയാനുണ്ടെങ്കിൽ അത് ശരി നിർത്തിക്കോ, പൊക്കോ, ഞാൻ പോവാന്ന് പറഞ്ഞ് പോകാനുള്ള ധൈര്യം എനിക്ക്. ഞാൻ അതുപോലെയുള്ളവരെ കണ്ടിട്ടുള്ളതുകൊണ്ട് എല്ലാരും കരുതിയത് എന്നാന്ന് ചോദിച്ചാൽ, ഇവളങ്ങനെ എങ്ങാണ്ട് ആയതുകൊണ്ട് ഇവളൊന്ന് കാണാൻ വേണ്ടി ഞാൻ വളച്ചൊടിച്ചിങ്ങനെ സ്റ്റാറ്റസ് ഇടുക. ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് തന്നെ എന്റെ കഴിവുകൾ എനിക്ക് അതുകൊണ്ട് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. എത്രയോ ഷോർട്ട് ഫിലിമുകൾ, സിനിമകളൊക്കെ അവര് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്നവര്, ചേട്ടാ നമ്പർ തരണേ. ഒരു കറ എന്ന് പറഞ്ഞൊരു ഷോർട്ട് മൂവിയുണ്ട്, ഭയങ്കരമായിട്ട് പോയി ലോഹരിദാസ് മെമ്മോറിയൽ അവാർഡൊക്കെ എനിക്ക് കിട്ടിയത്. അത് എനിക്ക് കിട്ടിയത് ഈ ഫേസ്ബുക്കിൽ കൂടെ. ഒരു ചേട്ടാ കോണ്ടാക്ട് കൊടുത്തു. ഈ ഫേസ്ബുക്ക് ഉപയോഗിച്ച് നമുക്ക്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ച് നമുക്ക് ഇതുപോലത്തെ ചീറ്റിംഗ് നടത്തി കുടുംബവും തകർക്കാം, നമുക്ക് രക്ഷപ്പെടുകയും ചെയ്യാം. അത് സോഷ്യൽ മീഡിയയുടെ കുഴപ്പമല്ല, നമ്മൾ എങ്ങനെ അതിനെ കാണുന്നു അതുപോലെ ഇരിക്കും. അതാ പറയാം. അതുപോലെ ഞാൻ എന്റെ ഒരു അഭിപ്രായം നമ്മൾ എഴുതിയിടുന്നു, അതാ സംഭവിച്ചത്. ഇതുപോലെ കുട്ടികൾ ചെയ്യുന്ന ചേട്ടൻ ഇപ്പം എല്ലാ കാര്യങ്ങളും, ഇപ്പം നിലവിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും പോസ്റ്റ് ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ടോ, അതോ എന്തെങ്കിലും എഴുതിയിടാറുണ്ടോ ഫേസ്ബുക്കില്? ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു സംഭവം തോന്നി, അപ്പൊ ഞാൻ ചിലപ്പോ 12 മണിക്ക് രാത്രിയിലൊക്കെ കിടന്ന് ഒരു സാധനം തോന്നിപ്പോ എഴുതി അങ്ങനെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ മലയാളികൾക്ക് എന്റെ പ്രൊഫൈലിൽ കയറി സ്ക്രോൾ ചെയ്ത് നോക്കാം. എവിടെങ്കിലും ഒരു സ്ത്രീ വിരുദ്ധതയോ അല്ലെങ്കിൽ ആരെങ്കിലും ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരനെ ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അവഹേളിക്കുകയോ ചെയ്യുന്ന ഒരു പോസ്റ്റ് കാണിച്ചു തരാമെങ്കിൽ ഞാൻ അത് ഇടുകയും ചെയ്തു. അങ്ങനെ ഒരെണ്ണം കാണിച്ചു തരാമെങ്കിൽ അവന് സല്യൂട്ട് അടിക്കാം.
പലരുടെയും ഡൗട്ടും ഇപ്പൊ അതാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഇതുപോലൊരു പോസ്റ്റ് ഇടുന്നു, എന്തിനായിരിക്കും ഈ ഒരു പ്രത്യേകിച്ച് ഒരു ചർച്ചയും ഇല്ലാണ്ട് പെട്ടെന്നൊരു പോസ്റ്റ് ഇങ്ങനെ ഇടാൻ കാരണം എന്താണെന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. അതിന് പല മറുപടികളും വരുന്നുണ്ട്. ചിലപ്പോൾ സിനിമയിൽ ചാൻസ് കിട്ടാനായിരിക്കോ, അല്ലെങ്കിൽ ദിലീപിനെ സപ്പോർട്ട് ചെയ്യാനായിരിക്കോ, അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ആയിരിക്കോ എന്നുള്ള പല ചോദ്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ അതിന് എന്ത് ഉത്തരവായിരിക്കും കൊടുക്കുക? ഈ ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ മഞ്ജു വാര്യരെ സപ്പോർട്ട് ചെയ്ത് ഇവരാണോ സിനിമ നിയന്ത്രിക്കുന്നത്? ഇവര് അല്ലല്ലോ. അത് ഡയറക്ടേഴ്സ് ആണ്. അവർക്ക് തോന്നണം ഇയാൾ ഈ ക്യാരക്ടർ ചെയ്താൽ മതി എന്ന്. അങ്ങനെയല്ലേ? അല്ലാതെ ഒരാളെ നമ്മളൊരാളായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത് അയാളെ കൊണ്ട് എന്തെങ്കിലും കാര്യം നേടാനാണോ? ഇപ്പൊ ദിലീപേട്ടനെ പോലെ മഞ്ജു ചേച്ചി കാര്യം നേടാനും ഫ്രണ്ട്ഷിപ്പ് ആവുന്നവരുണ്ടാവും. അത് വെച്ചിട്ടാണ് ചോദിക്കുന്നത്. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എന്താ പകരം വെക്കാനില്ലാത്ത ആർട്ടിസ്റ്റുകളാണ് ദിലീപേട്ടനും മഞ്ജു ചേച്ചി. അത് നമുക്ക് നമ്മുടെ ആരോമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് അത്രയും വാല്യൂ ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ നമുക്ക് പേഴ്സണൽ അറിയുന്ന ആൾക്കാരെ ഇവർ ഒന്നിച്ചുള്ള സമയത്തും ഞങ്ങൾ വീട്ടിൽ പോയിട്ടൊക്കെ മഞ്ജു ചേച്ചിനെയൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലാതെ ഇവര് സെപ്പറേറ്റ് ആയ സമയത്തും രണ്ടാളായിട്ട് നമ്മൾ വിളിക്കാറും സംസാരിക്കാറുമുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല. ഇപ്പൊ ദിലീപിന്റെ ഫ്രണ്ടാണ്, ഇന്ന് അവനോട് ഞാൻ ഇനി മിണ്ടാൻ പോകുന്നില്ല എന്ന് അവരും വിചാരിക്കുന്നില്ല. ദിലീപേട്ടൻ അവരെന്നെ പറയുന്നുണ്ട് അവര് തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണ്. ഇതില് വേറൊരു കാര്യം കൂടെ, എന്നാ പിന്നെ എനിക്ക് പോയി രജനീകാന്തിനെ സൂചിപ്പിച്ചൂടെ? ഇതിൽ ഇച്ചിരി നല്ലത് തമിഴ് പടത്തിൽ രജനീകാന്തിന്റെ പടത്തിൽ വില്ലനായിട്ട് കിട്ടിയ അതിൽ കൂടുതലുണ്ടോ? അമിതാഭ് ബച്ചൻ കിടക്കുന്നു. അമിതാഭ് ബച്ചനെ പോയി സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അമിതാഭ് ബച്ചന്റെ പടത്തിലും കിട്ടും. അമിതാഭ് ബച്ചൻ പറഞ്ഞു കഴിഞ്ഞാൽ മകനില്ലേ, അഭിഷേക് ബച്ചന്റെ പടത്തിൽ കിട്ടും. ഐശ്വര്യ റോയ് ഒരു പടം പിടിച്ചാൽ ചിലപ്പോ അതിനകത്ത് കാമുകനായിട്ട് കിട്ടും. പിന്നെ എനിക്ക് ഇച്ചിരി മെനക്കെട്ട് അവിടെ പോയി സൂചിപ്പിച്ചാൽ പോയി. അപ്പൊ ഇനി എങ്ങാനും ഇവർക്ക് ശരിക്കും ബിരിയാണി കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ടാണോന്ന് അറിയില്ല. ഇങ്ങനെ കുരുപൊട്ടേണ്ട കാര്യം ഉണ്ടാവുള്ളത്. ചിലപ്പോ എങ്ങാനും ഇവൻ രക്ഷപ്പെട്ട് പോകാൻ പോവാണോ, ആത്മഹത്യ ചെയ്യേണ്ടി വരുമോ എന്നുള്ള ആ ഒരു പേടി എല്ലാവരുടെയും മനസ്സിലുള്ളത് നല്ലതാണ്. ഇപ്പോ ഒരു പോസ്റ്റ് ഇട്ടാൽ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ടാല് അതിൽ നെഗറ്റീവും വരാം പോസിറ്റീവും വരാം. രണ്ട് സൈഡിൽ നിന്നുള്ള എന്ത് പോസ്റ്റ് ആയാലും നല്ലതായാലും ചീത്തയായാലും എന്തായാലും നെഗറ്റീവും വരും പോസിറ്റീവും വരും. ഇപ്പം ഇതിനൊക്കെ റിപ്ലൈ കൊടുക്കുക അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അവർക്ക് റിപ്ലൈ ആയിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുക, പ്രാകുക എന്നുള്ള പല കാര്യങ്ങളും ഇങ്ങനെ കേട്ടു. അപ്പം അതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എന്നെ സംബന്ധിച്ചത് ശരിയാ. കാരണം വെച്ചാൽ എന്റെ വീട്ടിലെ അച്ഛനെ അല്ലെങ്കിൽ ബ്രദറിനെ അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡിനെ മാന്യമായ ഭാഷയിൽ അവര് എത്രയോ ആൾക്കാർ പ്രതികരിച്ചിട്ടുണ്ട്. അതിനൊന്നും ഞാൻ ഇടാൻ പോയിട്ടില്ല. ഇവര് അത്രയും മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചു. അവര് ഈ പെന്നെ മലരെ അതുപോലുള്ള വാക്കുകൾ കൂട്ടിക്കൊടുപ്പ് എന്നൊക്കെ പറയുമ്പോൾ അത് എന്റെ അച്ഛനെ പോയി വിളിച്ചാൽ മതി എന്ന് തന്നെ ഞാൻ പറയും. ഇനിയും അത് ആരാണെങ്കിലും അങ്ങനെ തന്നെ പറയും. അപ്പം എന്താ പറയാ, ഞാൻ ഈ മനുഷ്യന്റെ ഭക്ഷണം കഴിച്ചിട്ട് ആളുടെ കൂടെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നന്ദി ഞാൻ കാണിക്കണമല്ലോ. അപ്പൊ എനിക്കത് ഫീൽ ചെയ്യും. അതൊരൊറ്റ വ്യക്തിയുടെ അടുത്താ. അതായത് അവരെ പബ്ലിക്കിലിട്ട് തെറിയിട്ട്. അപ്പൊ ഞാൻ അവർക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു, നിങ്ങൾക്ക് അറിയില്ല ആ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്. ഞങ്ങള് ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുകയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ വീണ്ടും കുത്തി നോവിച്ച് നിങ്ങൾ ഈ ക്യാൻസർ പോലുള്ള അസുഖം എന്തിനാ വരുത്തി വെക്കുന്നത്? പെട്ടെന്ന് എനിക്ക് ക്യാൻസർ എന്ന് വന്നു. കാരണം ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വെറുതെ പാണ്ടിലോർ ഇടിച്ച് അത് കൊളോക്കിൽ അങ്ങനെ പറയുന്നതാ. ആ സാധനം വെച്ച് അത് അങ്ങനെ വരാൻ വേണ്ടി പറഞ്ഞതല്ല. എനിക്ക് അപ്പത്തെ വിഷമം കൊണ്ട് ഞാനത് ഒറ്റ ആൾക്ക് അയച്ച മെസ്സേജ് അത് അവരാ വോയിസ് എടുത്ത് പബ്ലിക് ആക്കിയത് അവരുടെ തെറ്റാ. എന്നിട്ട് അവരെന്നെ തെറി പറയുന്നത് കൊണ്ട് നീ നിന്റെ ഭർത്താവിന്റെ വക്കീലാണോട് എന്താണ് എന്തൊരു വാക്കൊക്കെ ഉപയോഗിച്ച് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അവര്. അപ്പൊ അതേ ഭാഷയിൽ ഞാൻ പ്രതികരിക്കാൻ പോയിരുന്നെങ്കിലോ? മനസ്സിലായില്ലോ? ഒരുപാട് ആൾക്കാരെ ഇടുന്നുണ്ട്. പക്ഷെ ഈ സ്ത്രീ അത്രയും മോശമായിട്ട് ഒന്ന് രണ്ട് ആൾക്കാരുണ്ട്. എന്നിട്ടോ പിന്നെ അവര് ഇത് എടുത്തിട്ട് പിന്നെ ന്യൂസിലൊക്കെ വരുമ്പോ കൂട്ടിക്കൽ ജയചന്ദ്രന്റെ വൈഫിനോട് ഇന്ന വ്യക്തി എന്ന പേരെടുത്ത് അവർക്ക് ഫേമസ് ആവാൻ വേറെ വഴി ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരാൾക്ക് മാത്രമാണോ റിപ്ലൈ കൊടുത്തിരുന്നത്? ഒന്ന് രണ്ട് ആൾക്കാർ അങ്ങനെ തെറിയിട്ട ആൾക്കാർക്ക് പേഴ്സണൽ മെസ്സേജ് ഞാൻ അയച്ചു. പബ്ലിക്കിലൊന്നും ഞാൻ ഇട്ടില്ല. ഒന്നാമത് എനിക്ക് ഫേസ്ബുക്ക് ഇല്ല, ഞാനത് ഉപയോഗിക്കുന്ന ആളല്ല. ഞാൻ ഒരാൾക്കും നല്ലതും ചീത്തതും ഞാൻ പറയാൻ നിൽക്കല്ല. നമ്മളൊരാളെ ലൈഫിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളുടെ ലൈഫിലേക്ക് ആരും വരണ്ട, അത്രേ പറഞ്ഞിട്ടുള്ളൂ. എന്തായിരുന്നു ആ ആളിട്ട? ഇപ്പം ചേച്ചി ഇപ്പൊ മെസ്സേജ് അയച്ചില്ലായിരുന്നു ഇപ്പം ക്യാൻസറിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട്? ആ ഇട്ട മെസ്സേജ് എന്തായിരുന്നു ആ പുള്ളിക്കാരത്തി? മെസ്സേജ് ഈ പറഞ്ഞ പോലെ മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ഇതാണ് രണ്ടുപേരും. ഒരുത്തി ഇട്ടത് എന്താണ്, ചേട്ടൻ ഇട്ടപ്പം പറഞ്ഞു എനിക്ക് ഇല്ലീഗലായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ട് ജേട്ടൻ അതിൽ പറയാൻ പറ്റാഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ പബ്ലിക് പോസ്റ്റ് ഇട്ടത്. എനിക്ക് അങ്ങനെ ഇല്ലീഗൽ റിലേഷൻ ഒക്കെ ഉണ്ട്. ഞാൻ ആദ്യം അത് ചേട്ടനടുത്ത് തന്നെ പറയും. ഞങ്ങൾ അത്രയും നല്ല ഫ്രണ്ട്സാ. അല്ല അതൊരു പോസ്റ്റ് ആക്കി ഇടേണ്ട ആവശ്യമൊന്നും ചേട്ടനില്ല. അപ്പൊ ചേട്ടൻ തന്നെ പറയും നിനക്ക് അങ്ങനെ താല്പര്യമില്ലേ, നീ പോയിക്കോ എന്ന് പറയുന്ന മനുഷ്യനോട് പിന്നെ ഞാൻ എന്തിനു കള്ളത്തരം കാണിക്കാനാ? അറിയാലോ, അത്രേ ഉള്ളൂ. ഓക്കെ. അതിനുശേഷം പിന്നീട് ഈ മെസ്സേജ് നീണ്ടു പോയൊന്നുമില്ല. അവര് ഇത് സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഇത് പോസ്റ്റ് ചെയ്തതേ ഉള്ളൂ. അങ്ങനെ പോസ്റ്റ് ചെയ്തു. പിന്നെ അവര് നീ ആരാടി മറ്റേ ഇങ്ങോട്ട് എടീന്ന് വിളിച്ചാൽ അങ്ങോട്ട് പോടീന്ന് വിളിക്കാൻ എനിക്കറിയാം. ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ ക്ഷമിക്കും, നമുക്കും ഒരു പരിധി ഉണ്ടല്ലോ. അത് വിട്ട് കഴിഞ്ഞാൽ തിരിച്ച് അതേ ഭാഷയിൽ. പക്ഷെ ഞാൻ ആദ്യം മാന്യമായിട്ട് അവരുടെ അടുത്ത് സംസാരിച്ചത്. അവരതാണ് പബ്ലിക് ആക്കി. അപ്പൊ എനിക്ക് എന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞൂടെ? ഞാൻ പബ്ലിക്കായിട്ടല്ല അവരെ ഒന്നും പറഞ്ഞത്. ഇനി അങ്ങനെ തെറി ആരിട്ടാലും ഫേക്ക് ഐ ഡി വെച്ചുണ്ടാക്കി ഇട്ടാഴിഞ്ഞാലും ഞാൻ സൈബർ സെല്ല് വഴി ഞാൻ എന്റെ പിന്നാലെ പോകും.
കാരണം ബാക്കി ആർട്ടിസ്റ്റുകളൊക്കെ തിരക്കുള്ള ആൾക്കാർ എല്ലാവർക്കും ഓരോ തിരക്ക്. എനിക്ക് ഒരു തിരക്കില്ല, ഞാൻ വെറുതെ ഇരിക്കുന്നതാ. ഞാൻ അതിന്റെ പിന്നാലെ പോവുക തന്നെ ചെയ്യും. ആരൊക്കെ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ തിരിച്ച് എടീന്ന് വിളിച്ചാൽ പോടിയും തിരിച്ച് വിളിച്ചാലും നമ്മൾ എന്തെങ്കിലും മോശം പറഞ്ഞാലും നമുക്ക് തിരിച്ച് റിയാക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ബട്ട് ഒരാളെ പ്രാകുന്നത് ശരിയാണോ അങ്ങനെ ചോദിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ മാനസികമായിട്ട് വിഷമിപ്പിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ ദൈവം, നമുക്ക് ചെയ്യാൻ പറ്റാത്തത് ദൈവം പ്രകൃതി എന്ന് പറഞ്ഞ സാധനം കൊടുക്കും. അതേ ഞാൻ അങ്ങനെ നിങ്ങൾ പ്രാക്ക് വാങ്ങി വെക്കരുത്. കാരണം ഞങ്ങൾ ഏത് സിറ്റുവേഷൻ കൂടിയാ പോകുന്നത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ആ സിറ്റുവേഷനിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ വീണ്ടും നമ്മുടെ മാനസികമായിട്ട് വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ പണി കിട്ടും. ഇതേ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ റിക്വസ്റ്റ് ചെയ്തത് അവരുടെ അടുത്ത്, നിങ്ങൾ എന്തിനാണ്, അപ്പോഴാണ് അവരും കൂടെ തെറിയിട്ട്. പിന്നെ നമ്മൾ തിരിച്ചങ്ങോട്ട് പറയാതിരിക്കും. ആവശ്യമില്ലാത്ത ഒരു ലൈഫിൽ, ഞങ്ങളുടെ ലൈഫിൽ ആവശ്യമില്ലാതെ ഇടപെട്ടവർ ഞങ്ങളുടെ കൺമുമ്പിൽ വീണ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വെച്ചിട്ട് ആ ഫീലിംഗ് ഇരിക്കെ തന്നെ പറഞ്ഞതാണ്. അതും വ്യക്തിപരമായിട്ട് വീട്ടിൽ പോയി പറയുന്ന പോലെ തന്നെ. ഇപ്പൊ മെസ്സഞ്ചർ പറഞ്ഞ നിങ്ങൾ ഇമ്മ വെറുതെ ആവശ്യമില്ലാത്തതിന് ബ്രാക്കിന് നിക്കല് കേട്ടോ, വല്ലരോ വന്ന് ചാകാൻ പോകും എന്ന് പറയുന്നതാണ്. ആ സാധനത്തെ കാര്യം ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മളോട് ചെയ്തവര് വീണുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് വെച്ച് നമ്മൾ പറഞ്ഞതാ. അപ്പൊ അവര് അതെടുത്ത് അവര് പേഴ്സണലി നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞാൻ പറയാം, അത് അന്തസ്സുള്ളവൻ ചെയ്യുന്ന ഒരു കാര്യം അന്തസ്സില്ലാത്തവര് ചെയ്യുന്ന പബ്ലിക് തെറി വിളിക്കും. മറ്റവനെ ഇറങ്ങി വാടാ, മറ്റേ അല്ല ശരിക്കുള്ള ഇത് പോട്ടെ, ശരിക്കുള്ള ലൈഫ് ടോണോടെ ഇറങ്ങി വാടാ മറ്റവന് മറിച്ചവന് എന്ന് പബ്ലിക് പറയും. അന്തസ്സുള്ള നേരെ അവന്റെ വീട്ടിൽ ചെന്ന് വെച്ച് അവന്റെ റൂമിൽ കയറി കഥവ് കിടത്തി അട്ടിച്ചിന്റെ പല്ലുവായാലും കളയങ്ങട്ടാ എന്ന് പറയുന്നത് ചങ്കൂറ്റമുള്ളത്. അല്ലാത്തവനാണ് വെളിയിൽ നിന്ന് കുരയ്ക്കൂ. ഇതേപോലെ നമ്മള് സ്വന്തം വീട്ടിൽ നിന്നുള്ള നമ്മള് മെസ്സഞ്ചറി അവരോട് പറഞ്ഞു, അവർക്ക് നാണമില്ലാതെ അവര് നാടുകളെ മുമ്പ് കാണിച്ചത് നമ്മൾ എന്ത് ചെയ്യാനും. എല്ലാരും ഇപ്പൊ ഞാൻ പറയട്ടെ, നേരം വെളുത്ത് കഴിഞ്ഞ് എനിക്കാണെങ്കിൽ ഞാൻ അങ്ങനെ ഫേമസ് ആവാൻ വേണ്ടിട്ട് ഇങ്ങനെ റീൽസ് ചെയ്തിടുന്നത് എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ മനുഷ്യന്റെ കൂടെ എന്നോ കയറി ഇന്റർവ്യൂ അല്ലെങ്കിൽ അഭിനയിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉള്ള ആളാണ്. അപ്പൊ നമ്മളെന്താ നേരം വെളുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഓരോരോ ആൾക്ക്, സ്ത്രീകൾ പ്രത്യേകിച്ചും, കുളിസീൻ ഒഴിച്ച് ബാക്കിയൊക്കെ നമ്മൾ കാണണം, പ്രസവം ഒഴിച്ച് ബാക്കിയൊക്കെ നമ്മൾ കാണണം. ഇവരുടെ ബെഡ്റൂം സീനുകളും ഇങ്ങനെ പൊക്കി നോക്കുന്നതും ഇങ്ങനെ പൊക്കി ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ സഹിക്കുന്നുണ്ട്. ഇതിനൊന്നും ഒരു കുറ്റവും. നമ്മള് ഈ മനുഷ്യന് എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയാ, ചേട്ടാ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ, നിങ്ങൾക്ക് എന്താ അങ്ങനെ പറയാം, അത് പറയാന്നല്ല. അത് തെറി വിളിക്കാൻ ആരും ഇങ്ങോട്ടേക്ക് വരണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ശക്തമായിട്ട് ഞാൻ പ്രതികരിക്കും. ഭർത്താവിന് വേണ്ടിയിട്ട് എന്ത് കാര്യത്തിനും പ്രതികരിക്കാൻ, ഭർത്താവിന് വേണ്ടിയിട്ട് അങ്ങനെ എന്ത് ഞങ്ങൾ ഈ ഭർത്താവ് ഭാര്യ എന്നുള്ള കൺസെപ്റ്റേ എനിക്ക് ഇഷ്ടമില്ല. ഞാൻ ആ വാക്കുകൾ ഇപ്പം എന്റെ നല്ല ഫ്രണ്ട് ആണെങ്കിൽ ആമിക്ക് ഒരു പ്രശ്നം വന്നു, അപ്പം നിങ്ങൾ ജെനുവിൻ ആണെന്ന് എനിക്ക് അറിയുമ്പോൾ നിങ്ങളുടെ കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതിന് എനിക്ക് എന്ത് പ്രശ്നമുള്ളത്? അതെന്റെ ഏത് ഫ്രണ്ട്സ് ആണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും സിസ്റ്റർ ആണെങ്കിലും ആരാണെങ്കിലും ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. അത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോ ഒരു ഹസ്ബൻഡ് ആൻഡ് ചേട്ടൻ പറഞ്ഞ ഹസ്ബൻഡ് ആൻഡ് വൈഫിനേക്കാൾ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെയാണ്. രണ്ടുപേരൊന്നിച്ച് പോകുന്നു, ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. അതിന് വലിയ ഈ ആലങ്കാരികത പണ്ട് തലമുറയായിട്ട് വന്ന ഭാര്യയാണ്, ഭർത്താവാണ്, കുട്ടികൾ, ഭാര്യ, ഭർത്താവ്, ഭാര്യയുടെ ഇവിടെ മറ്റേ എന്താണ് അതുണ്ടെങ്കിലേ ഭാര്യയാവുള്ളൂ. എനിക്ക് പണ്ടേ ഇല്ലാത്തവന്. അപ്പൊ ഞാനല്ലേ എന്നേ ന്യൂ ജനറേഷൻ. എന്റെ അച്ഛന്റെ പോളിസിയാണിത്. എന്റെ അമ്മ കുറിയും തൊട്ട് പുള്ളിയുടെ പുറകെ ഒന്നും നടന്നതല്ല എന്ന് പറഞ്ഞ പുള്ളിയുടെ തലയിലും കയറി ഇരുന്നിട്ടില്ല. രണ്ടുപേര് ഒന്നിച്ച് ഇങ്ങനെ കൂപ്പുകൈ വരുന്നത് എങ്ങനെയാ? രണ്ടും കൂടെ ആകുമ്പോൾ ഒന്നിങ്ങനെ ആകുമ്പോഴത്തേക്കിന് കൂപ്പുകൈ അല്ലത്. ഇങ്ങനെ രണ്ടുപേരും കൂടെ നിൽക്കുന്നതിന്റെ ഓർമ്മ വെച്ചാൽ മരിക്കുന്നിടം വരെ. അത് വെച്ചിട്ട് വീട്ടില് ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും ഒലിപ്പിച്ചെന്തിരിക്കില്ല, കിട്ടുന്നിടത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് എറിഞ്ഞിട്ടൊക്കെ ഉണ്ട്. കിട്ടുന്ന ഡയറക്റ്റ് എടുത്ത് ചേട്ടന്റെ എറിഞ്ഞിട്ടുണ്ട്, കണ്ണിന് പറ്റിയിട്ടുണ്ട്, തിരിച്ചങ്ങോട്ട് റിമോട്ടിന് എറിഞ്ഞിട്ടുണ്ട്, ഇവിടെ കൊണ്ടിട്ടുണ്ട്, അത് വെച്ചിട്ട് ഷൂട്ടിന് പോയിട്ടുണ്ട്. ഇതൊക്കെ സംഭവിക്കും. നമ്മള് മനുഷ്യർ, നമ്മള് ദൈവങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് പോലും അതുകൊണ്ട് ഞാൻ ഇതുപോലും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഇവർക്ക് കുറെ കാലത്തെ അവരെ രണ്ടുപേരും അറിയാം. എന്റെ അച്ഛൻ എന്റെ ഓർമ്മ വെച്ച് ഇന്ന് വരെ നിങ്ങൾ മറ്റേതല്ലെന്ന് ആ പറയും എടി മേടിക്കും കേട്ടോ ഒന്നും എന്റെ ഞാൻ കണ്ടിട്ടില്ല. രണ്ടുപേരും ഒന്നിച്ച് ഒരു വ്യക്തിയാണോന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവര് രണ്ടുപേരുടെയും കറക്റ്റായി ഇവരുടെ തീരുമാനങ്ങൾ. അല്ലാതെ ഇവർക്ക് ഒരു അച്ഛൻ പറയുന്നതിന് എതിർപ്പ് അവർക്ക് പറയാനില്ല, അവര് പറയുന്നതിനകത്ത് പുള്ളിക്കില്ല. അത് കണ്ടു വളർന്ന ആളാണ്. അപ്പൊ അവരല്ലേ ന്യൂ ജനറേഷൻ. അവരാ ന്യൂ ജനറേഷൻ. അമ്മ താലിയിട്ട് നടക്കും. ഇനിയിപ്പം താലി ഇട്ടത് കുങ്കുമം തൊട്ടവരൊക്കെ മോശമാണോ എന്ന് പറഞ്ഞ് എന്റെ തലയിൽ കയറിയേക്കല്ലേ. അങ്ങനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഇട്ട് ഇങ്ങനെ വന്നിട്ട് ഞാൻ എന്താ അനുസരണയോടെ വന്നോളാം കേട്ടോ, ഈ കയറ് കൈ പിടിച്ചോ എന്നും പറഞ്ഞ് നടക്കുന്നതല്ല സ്ത്രീത്വം. അത് ഞാൻ പറഞ്ഞ എന്റെ അമ്മയാ ഞാൻ പറയുന്നത്. എന്റെ അമ്മയെ പോലെ ആകണം എന്നാ ഞാൻ പറഞ്ഞത്. മഞ്ജു വാര്യരെ പോലെ ആകണം. അതെന്റെ ഭാഷ എന്ന് പറഞ്ഞത് ദൈവം എനിക്ക് തന്ന ഭാഷ.
പിന്നെന്താ ഇന്നത്തെ കാലത്ത് ഒരു സ്ത്രീകളടുത്ത് സംസാരിക്കുമ്പോൾ ചേട്ടൻ സംസാരിക്കും എനിക്ക് പേടിയാ. മറുപടിയൊക്കെ കൊടുക്കുക എന്തെങ്കിലും ഇപ്പൊ പറയാൻ അറിയാഞ്ഞിട്ടല്ല, പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവരെ വകുപ്പ് വേറെ ആക്കിയിട്ട് എല്ലാരും ജയിലിൽ കിടത്താൻ അങ്ങനെയാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയും ചേട്ടൻ സംസാരിക്കണം എനിക്ക് പേടി, കാരണം ആളെവിടെയെങ്കിലും പോയി ലോക്കായി പോയി കഴിഞ്ഞാൽ ഞാൻ വേണം അതിന്റെ പിന്നാലെ ഓടാൻ. മനസ്സിലായില്ലേ? ചേട്ടനാണെങ്കിൽ അച്ഛനും അമ്മയും വേറെ ആരും ഇല്ല, ഒരു സപ്പോർട്ടിന് പോലും ഒരാളില്ലാത്ത ആളാണ്. അപ്പൊ ഞാൻ പറയും ചേട്ടൻ നീ സംസാരിക്കാതെ എനിക്ക് പേടിയാ, ഒരാളെ ഞാൻ പറയും ചേട്ടൻ ഒരാളും കൂടെ പോയിട്ട് അവിടെ പോകല്ലേ. അങ്ങനത്തെ കാലഘട്ടത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സംഭവം. അതില് ഇത് വേറൊന്നും ഞാൻ പറഞ്ഞുതരാം. ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് വേറൊന്നില്ല. ഇപ്പം എന്റെ തലമുറ, എന്റെ കാലഘട്ടങ്ങളൊക്കെ കുറച്ച് നാളും കൂടെ ഉണ്ടാവുള്ളൂ. ഇത് അങ്ങോട്ട് കഴിഞ്ഞു കഴിയുമ്പോ എന്താണെന്നറിയോ, നിങ്ങളൊക്കെ ഈ ഇതിലേക്ക് പോകുന്ന അപ്പൊ ഇപ്പോഴത്തെ ചിന്താഗതി വരെ അന്ന് മാറും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് നാളെ നിങ്ങൾ ഒരിടത്ത് തലകറങ്ങി വീണാൽ ഒരാൾ വന്ന് പിടിക്കില്ല. ഞാനൊരു കാഴ്ച എന്റെ കണ്ണിൽ കണ്ടതാ. ഒരു പെൺകുട്ടി ഇതേപോലെ എന്താ പോകാൻ കിട്ടും ഇങ്ങനെ ഇതിലിങ്ങനെ വീഴുന്നു, അവള് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഇങ്ങനെ അവിടെ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർത്ത് ഇതെന്താ പറ്റിയത്. പെട്ടെന്നാണ് ഞാൻ ഓർത്തത് കഴിഞ്ഞു. ഞാൻ അവിടെ തന്നെ നിന്ന്. ഇപ്പൊ 2-3 പേര് കൂളായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത്ര കഴിഞ്ഞിട്ട് ആ കുട്ടി എന്നിട്ട് എന്താ പറഞ്ഞ അതിന്റെ ഫ്രണ്ട് ഒരു പെൺകുട്ടി എങ്ങാണ്ട് വന്ന് വിളിച്ച് കൂട്ടിക്കൊണ്ടൊക്കെ പോയി. ഞാൻ പതുക്കെ ഇങ്ങനെ അവിടെ ചെന്ന് ഞാൻ മാസ്ക് ഒക്കെ വെച്ച് നിൽക്കുക. അതുകൊണ്ട് നമ്മളെ വലിയ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഞാൻ ഇത് നിങ്ങളൊന്ന് എന്തെങ്കിലും പോലും ഒന്നും നോക്കില്ല, കൊച്ചു വീഴുന്ന എന്ത് മനുഷ്യ നിങ്ങള് അയാളോട് ഇങ്ങനെ. അപ്പൊ അയാൾ പറഞ്ഞ മറുപടി, ഞാൻ എങ്ങാനും ഒന്ന് പിടിച്ചു എഴുന്നേൽപ്പിക്കും, പിടിച്ചു കഴിഞ്ഞ് ബോധം വന്നു കഴിഞ്ഞാൽ എന്നെ ലൈംഗിക ചവയോടെ പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുടുംബം വഴിയാധാരമാകുന്നു. ഇനി നാളെ എല്ലാവർക്കും എന്നെ നിങ്ങളെ കുഞ്ഞിനെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഒരു കുഞ്ഞിനെ കാണുമ്പോഴത്തേക്ക് മോനെ എന്ന് പറഞ്ഞ് വിളിക്കുക. എന്തിന്റെ അച്ഛന്റെ പേരെന്താ പറയാ, എന്റെ പേര് ഇന്നത്. ആഹാ നീ മുടുക്കാൻ. ഇതാണ് അവന്റെ വളർച്ച. മനസ്സിലായില്ലേ? ഇപ്പം വലിയ ശാസ്ത്രജ്ഞന്മാരുള്ള കാലമായത്. അതൊന്നും അല്ല. ഞാനൊക്കെ വളർന്ന് കുഞ്ഞുനാളിൽ എന്നെ കൊഞ്ചിക്കുകയും ഒക്കെ ചെയ്തപ്പം എന്നെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സംസാരിക്കുന്നത്. സംസാരം ഒരു കുഞ്ഞ് ജനിച്ച് അതിനെ കൊണ്ട് മുറിക്കകത്ത് അടച്ചിട്ട് അത് മിണ്ടൂല്ല. 1 വർഷം ഇട്ടേ ഇനി സംസാരിക്കാൻ പറ്റില്ല. അത് ജന്മനാ ഉള്ളതല്ലത്. നമ്മൾ സംസാരിക്കുമ്പോ മോനു ഞാൻ ജപ ഇങ്ങനെയൊക്കെ വന്ന അതിന് അങ്ങനെയാണ് സംസാരം കിട്ടുന്നത്. അതുപോലെ ഒരു കുഞ്ഞിനെ ചെക്ക മുത്തേ എന്നൊക്കെ പറഞ്ഞ് ഇന്ന് എടുത്തു കഴിഞ്ഞാൽ അതാണ് പറയുന്നത്, ഒരു കുഞ്ഞുങ്ങളെ താലോലിക്കുന്നതും ഒക്കെ നിൽക്കും. അത്രേ സംഭവിക്കാനുള്ളൂ. സമൂഹം തന്നെ നശിച്ചു പോകും. അപ്പൊ നമ്മളാരും അതിനൊന്നും നിൽക്കില്ല. ഒരു സ്ത്രീ വീഴുന്ന പിടിക്കാൻ ആളില്ല എന്ന് പറയുന്ന കാലം വന്നാൽ ഇനി ഈ ഒരു ജനറേഷനിൽ ബസ്സിൽ ഒരു സ്ത്രീയുടെ ഒപ്പം ഒരു അന്യപുരുഷന് വന്ന് ഇരിക്കാൻ പോലും പറ്റില്ല. അപ്പൊ ഒരു വൈറലാണ് എന്നാ പറയുന്നത്. തീർച്ചയായിട്ടും ഇത്രയൊക്കെ പറഞ്ഞു തന്നിട്ട് അവിടെ പോയിട്ട് ഇപ്പൊ അവിടെ ഇന്റർവ്യൂവിന് പോയപ്പം അതിജീവിത എന്നുള്ള വാക്ക് ചോദിച്ചോണ്ട് അജിൻ പറഞ്ഞു അതിജീവിത എന്ന് പറയണ്ട, കാരണം ഏതെങ്കിലും ഒരു അതിജീവിത പറയാ. ഇവർ ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മള് കുടുങ്ങി. പലരും കുറെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്, കുട്ടിക്കൽ ജയചന്ദ്രന്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ചേച്ചിയാണ്. അപ്പൊ ചേച്ചിയാണ് ഈ പോസ്റ്റുകളൊക്കെ ഇടുന്നത്, ചേട്ടൻ ഇത് അറിയുന്നില്ല. ചേച്ചിക്ക് തോന്നുന്ന കാര്യങ്ങൾ ചേച്ചി ഇട്ടിട്ട് വരുന്ന കമന്റിന് റിപ്ലൈ എടുത്തോണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അങ്ങനെയാണോ? അതിന്റെ ആവശ്യം എനിക്ക് എന്താ, എനിക്ക് പിന്നെ എന്റെ പേരിൽ തന്നെ ബസന്തി AVS എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഇൻസ്റ്റ ID ഉണ്ട്. അതിൽ ഞാൻ റീൽസും തുള്ളിക്കളിയൊന്നും എനിക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് അതിന് വലിയ റീച്ച് ഒന്നുമില്ല, എനിക്ക് താല്പര്യവും ഇല്ല. ചേട്ടന്റെ കാര്യങ്ങൾ ചേട്ടൻ തന്നെയാണ് നോക്കുന്നത്. പക്ഷെ ഇതിപ്പോ എന്താ സംഭവിച്ചാൽ എന്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറഞ്ഞു എടി ചേട്ടന് എന്തൊക്കെയോ തെറി പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇരിക്കപ്പുറത്ത് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ അതിന് മറുപടി കൊടുക്കും. അല്ല ഞാൻ എന്തിനാ ചേട്ടനെ, ഇത് പൊട്ടനാ, ഇതിപ്പോ ഞാൻ ആക്കിയിട്ട് കൂട്ടിക്കൽ ചന്ദ്രനായ ആളല്ല. ഞാൻ കണ്ടിട്ട് ഏറി വന്ന 10-18 വർഷം ആയിട്ടേ ഉള്ളൂ. ഒറ്റയ്ക്ക് നിന്ന് ഒരു പ്രോഗ്രാം 10 വർഷം അവതരിപ്പിച്ചിട്ടുള്ള ഒരാളാണ്, തിങ്കൾ മുതൽ വെള്ളി വരെ. പിന്നെ അത് ശനി ഞായറുണ്ട്. അപ്പൊ ആൾക്കാരുടെ അടുത്ത് സംസാരിച്ച് ആ സംസാരം ഇഷ്ടപ്പെട്ടിട്ട് ആൾക്കാർ വന്ന്. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഞാൻ എന്തിനാ ഇത് ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യം എന്താ ഉള്ളത്? ഒരു കാര്യം. അപ്പൊ ചേട്ടൻ ഈ പോസ്റ്റ് ഇടുമ്പോ ചേച്ചി അറിഞ്ഞിരുന്നോ? ഇല്ല അങ്ങനെ എല്ലാം എന്റെ അടുത്ത് വന്ന് പറയുന്ന ആളൊന്നല്ല. ഫോണിൽ എന്താ ചെയ്യണമെങ്കിൽ ചേട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റ് ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുക, വെറുപ്പിക്കല്ലെന്ന് പറയും. അപ്പൊ പിന്നെ അത് ഇട്ട് കഴിഞ്ഞ് ഞാൻ ഈ കമന്റ് ഇടാൻ പോകും. ഞാനിത് പറയാൻ കാരണം നമ്മൾ ഈ ടൈപ്പ് ചെയ്യുമ്പോ അത്രയ്ക്ക് ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് എനിക്ക് ഓർമ്മ വരും, ഈ ടൈപ്പിംഗ് എന്ന് പറയുന്നത് ഇതുകൊണ്ട് നമ്മുടെ ജീവിതമാർഗം ഒന്നുമല്ല. നമ്മുടെ ഞാൻ പണ്ടോട്ടെ കാര്യങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള ആളാണ്. അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരെണ്ണം വന്നിട്ടുള്ളതുകൊണ്ട് നമ്മളത് ഇടുമ്പോ ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഒന്ന് ശ്രദ്ധ മാറി പോകുമ്പോ അതിലൊരു വാക്ക് പോയാൽ മതി. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ പറയാം, ഒരു പേഴ്സണൽ കാര്യങ്ങളിൽ ഞാൻ ഇടപെടലില്ല, എന്റെ കാര്യത്തിൽ ചേട്ടനും ഇടപെടലില്ല. പക്ഷെ ഇങ്ങനെ വന്നിട്ട് തെറി വിളിക്കും. ഇപ്പൊ എന്നെ ഒരാൾ തെറി വിളിച്ച് മോശം പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ചേട്ടൻ ആൾക്കുള്ള മറുപടി കൊടുക്കും. അതേപോലെ തന്നെ ഞാൻ
അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പൊ ഈ പോസ്റ്റ് വന്നപ്പോഴാണോ ചേച്ചി കണ്ടത്? വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇങ്ങനെ അതായത് മനോരമയിൽ വന്ന സമയത്താണ് അത് ഞാനാണ് ന്യൂസ് വന്ന സമയത്താണോ? ന്യൂസ് അല്ല, ഫസ്റ്റ് ചേട്ടൻ ഇട്ടത് ഈ പോസ്റ്റ് മനോരമ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ന്യൂസ് ആയിട്ട് വന്ന സമയത്താണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ അങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെയാണ് എല്ലാത്തിലും വന്നത്. അപ്പോഴാണ് ആ മനോരമേന്റെ താഴെ വന്നിരിക്കുന്ന കമന്റ് ആണ് ഈ പറഞ്ഞ സാധനം. പിന്നെ ചേട്ടന്റെ ഫേസ്ബുക്കിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ലേഡി അവരിട്ടിട്ടുള്ളത്. അങ്ങനെ അപ്പോ ചേട്ടന്റെ ഫേസ്ബുക്ക്